ഇരുവൃക്കകളും തകരാറിലായ ഗൃഹനാഥൻ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കാസർഗോഡ് ഈസ്റ്റ് എളേരി ആയന്നൂരിലെ ടി.പി. മനോജാണ് വൃക്കകൾ തകരാറിലായി ദുരിതത്തിൽ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന് ശേഷം വാർത്തകളുമായി ഭദ്രാചന്ദ്രൻ തുടരും. ഈസ്റ്റ് എളേരി ആയന്നൂർ സ്വദേശിയായ ടി.പി. മനോജിന്റെ ഇരുവൃക്കകളും തകരാറിലായതായി അടുത്തിടെയാണ് കണ്ടെത്തിയത്. ഭാര്യയും 2 ആൺമക്കളുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു പ്രാദേശിക ചാനലിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന മനോജ്. നിലവിൽ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തുന്ന മനോജിന്റെ വൃക്ക മാറ്റിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി 40 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. സെറിബ്രൽ പാൾസി ബാധിതനായ ഇളയ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക ബാധ്യതയിലായ കുടുംബത്തിന് മനോജിന്റെ ചികിത്സക്കാവശ്യമായ ഭീമമായ തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മെഡിസിൻസ് ടെസ്റ്റുകളെല്ലാം കൂടെ ഒരു മാസം 50,000 രൂപയിൽ മേലെ പോകും. അതാണ് ശരിക്കും അവസ്ഥ. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി നാട്ടുകാർ ശ്രമിച്ചിട്ട് ഫണ്ടൊക്കെ ശേഖരിക്കുന്നുണ്ട്. എല്ലാം കൂടെ കൂടി ഒരു 40 ലക്ഷം രൂപ വരും. അതിൻ്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ പണി കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഉദാരമതികളായിട്ടുള്ള ജനങ്ങളുടെ സഹായങ്ങൾ കൊണ്ട് കുറച്ച് തുകകളൊക്കെ സമാഹരിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാലും ഇനിയും വലിയൊരു തുക കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ പ്രദേശത്ത് പ്രാദേശികമായിട്ടുള്ള ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലിയൊരു തുക കണ്ടെത്തുന്നതിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. മനോജിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും സഹായിച്ചു കഴിഞ്ഞാൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതിനുള്ള ശ്രമമാണ് ചികിത്സാ സഹായ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ കണ്ണൂരിലെ ആശുപത്രിയിൽ നിന്ന് ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. ഒരു മാസം 50,000 രൂപയിലധികം ചികിത്സയ്ക്ക് വേണം. ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ ചെറുപുഴ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ശാഖയിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നന്മയുള്ള മനസ്സുകൾ സഹായിച്ചാൽ മനോജിന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. കൈരളി ന്യൂസ്, കാസർഗോഡ്.